നീ ആരാണ്? എന്റെ മകന്റെ കയ്യിൽ പിടിക്കാൻ നിനക്കെന്താണ് അവകാശം? സ്ത്രീയെ, ഇവന്റെ കയ്യിൽ മാത്രമല്ല അവന്റെ ഹൃദയത്തിലും ഞാനാകുന്ന ലഹരിയാണ്. ഇതെല്ലാം ഇവൻ രുചിക്കുമ്പോ നീ എന്ന അമ്മയെ ഞാൻ ഇവനിൽ എവിടെയും കണ്ടില്ല. ഇവന്റെ കയ്യിൽ പിടിക്കാൻ നിനക്കെന്ത് അവകാശം? ഭൂതമേ, നീയും ഒരമ്മയിൽ നിന്നല്ല വന്നത്. മകനെ നഷ്ടപ്പെടുന്ന ഒരമ്മയുടെ വേദന എത്രയോ ഭീകരമാണെന്ന് നീ അറിയുന്നില്ല. കാരണം നീ ഒരമ്മയല്ലല്ലോ. മനുഷ്യരെ കാർന്നു തിന്നുന്ന ലഹരികൾക്ക് അടിമയാകുന്ന നിനക്കെങ്ങനെ അമ്മയാകാൻ കഴിയും? പഴങ്കഥയിലെ ഉണ്ണിയെ എടുത്തുകൊണ്ടുപോയ ഒരു ഭൂതമുണ്ടായിരുന്നു. ആ ഭൂതത്തെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു ജനതയുടെ പാരമ്പര്യമാണ് നിനക്കുള്ളത്. പക്ഷേ നീ അതല്ല. കണ്ണുകൾ പറിച്ചു തന്നാലോ, എന്റെ ഈ 2 കൈകൾ നിനക്ക് തന്നാലോ, എന്റെ മകനിൽ കയറിയിരിക്കുന്ന നീ അവനിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പോകാനാകില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് മുമ്പിൽ വയ്ക്കുന്നത് എന്റെ ജീവനാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അടിമപ്പെട്ട് കഴിയുന്ന അനേകം മക്കളുണ്ട് ഈ ഭൂമിയിൽ. അവരെ ഓർത്ത് കരയുന്ന അനേകം അമ്മമാരുണ്ട് ഈ ഭൂമിയിൽ. അവർക്കെല്ലാവർക്കും വേണ്ടി നീ എന്റെ ജീവൻ എടുത്തോ. ഈ ഭൂമിയിൽ എന്റെ മകന്റെ കൂടെ ജീവിച്ച് അവനെ സ്നേഹിച്ച് കൊതി മാറിയിട്ടില്ല ഈ അമ്മയ്ക്ക്. എല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. എന്റെ ആ പഴയ മകനെ നീ ഭൂമിക്ക് നൽകണം. നിന്റെ കാൽച്ചോട്ടിൽ ഞാനിതാ. നീ പറഞ്ഞതുപോലെ പഴങ്കഥയിലെ ഭൂതമല്ല ഞാൻ. വരുന്ന യുഗത്തിന്റെ വേരടക്കാൻ ശക്തിയുള്ള ഭൂതം. ലഹരി കൊണ്ട് ആനന്ദ നൃത്തമാടുന്ന ഒരു ജനത വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആയുസ് തീരെയില്ലാത്ത അയ്യാമ്പാറ്റകൾക്ക് ഒരു വലിയ വംശനാശം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. മനുഷ്യരെ വേരോടെ പിഴുതെറിയുന്ന വലിയ നാശം. എന്റെ കാൽച്ചുവട്ടിൽ വീണപേക്ഷിക്കുന്ന നിനക്ക്, പെറ്റവയറിന്റെ മാഹാത്മ്യം വിളിച്ചു കൂവിയ നിനക്ക് ഞാനൊരു അവസരം തരാം. വെറും എൻ്റെ ഒരു ദയ. നീ വിളിച്ചാൽ നിന്റെ മകൻ നിന്റെ കൂടെ വരുമെങ്കിൽ നിനക്കവനെ കൊണ്ടുപോകാം. ഞാൻ അവനെ തടയില്ല. പക്ഷേ നിനക്ക് നിന്റെ മകനെ മാത്രമാണ് ലഭിക്കുന്നത്. ഭൂമിയിൽ അനേകം പേർ, എന്തിന് വരാനിരിക്കുന്ന ജനതകൾ വരെ എൻ്റെ ഈ ലഹരിയുടെ വലയിലാണ്. അവനെ നിനക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയും അമ്മ? വിട്ടി, നേരം ഒരുപാട് വൈകുന്നു. ഈ കാട് ഇറങ്ങിപ്പോവുക അതിന് പ്രയാസകരമാണ്. ഇവിടേക്ക് കയറി വന്ന നിന്റെ ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഉറപ്പു തരുന്നു, നിന്റെ മകൻ നിന്റെ കൂടെ വരും. വിളിച്ചു നോക്ക്. വന്നാൽ നീ കൊണ്ടുപോകൂ. വിളിച്ചു നോക്ക്. എന്റെ മകനെ നിന്റേതാക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. നീ പറഞ്ഞ പന്തയവും എനിക്ക് വേണ്ട. ഈ കൈകളിൽ കിടത്തിയ ഞാൻ അവനെ ഉറക്കിയിട്ടുള്ളത്. ഞാൻ ഈ കൈകളൊന്ന് നിവർത്തിയാൽ എന്റെ മകൻ എന്റെ കൂടെ ഓടി വരും. സിറിൽ, അമ്മ. കണ്ടില്ലേ ഭൂതമേ, എല്ലാ അമ്മമാരും മനസ്സറിഞ്ഞ് മക്കളെ വിളിക്കാൻ തയ്യാറായിട്ടുണ്ടല്ലോ. ഈ ഉയർത്തിക്കെത്തിയ ലഹരിയുടെ കോട്ടകൾ തകർന്നു പോ. ഇപ്പോൾ എനിക്ക് മുമ്പിൽ നീ ഭസ്മമായതുപോലെ. വരാനിരിക്കുന്ന ജനതയല്ല, ഇപ്പോൾ ജീവിക്കുന്ന ജനത ഈ അമ്മയിലൂടെ, ഈ സിറിലിലൂടെ ഞങ്ങളെ കണ്ട, ഞങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന 10,000 കണ്ണുകളിലൂടെ മനസ്സിലുറച്ച തീരുമാനമെടുക്കുകയാണ്. ഇനി ഈ ഭൂമിയിൽ ലഹരി ജനിക്കാതിരിക്കട്ടെ. ലഹരിയെ
ഭൂമിയിൽ നിന്ന് ഞങ്ങൾ മനുഷ്യർ ഇല്ലാതാക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു വലിയ സമൂഹത്തെ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കാം.